നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രധാനം വിജയസാധ്യത തന്നെയെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.സി. തോമസ്. കോട്ടയത്ത് നിലവിൽ കേരള കോൺഗ്രസ് ഒരാളുടെ പേരും UDF-നോട് പറഞ്ഞിട്ടില്ല. പരസ്യ പ്രതികരണം പാടില്ല എന്ന നിർദ്ദേശം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പൊതുരംഗത്ത് ഉള്ളവർക്ക് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹങ്ങൾ പറയാമെന്നും പി.സി. തോമസ് പറഞ്ഞു. കോൺഗ്രസും കേരള കോൺഗ്രസുമായിട്ടുള്ളൊരു ചർച്ച വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കഴിയണം കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനായിട്ട്. UDF വളരെ മുന്നിലാണ്. അപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥി ആരായാലും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സീറ്റ് കേരള കോൺഗ്രസിന് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങേയറ്റം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിൽ ഞങ്ങൾക്ക് സീറ്റ് ലഭ്യമാകുമ്പോൾ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കണം. പാർട്ടി ആരെ തീരുമാനിച്ചാലും ആ തീരുമാനിക്കപ്പെടുന്ന ആ വ്യക്തിയെ ജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദൗത്യം. കോട്ടയത്തു നിന്നും ടോബി ജോൺസൺ നൽകും കൂടുതൽ വിവരങ്ങൾ. ടോബി, ഈ കോട്ടയത്തെ UDF-നകത്തുള്ള ഇപ്പോഴത്തെ തർക്കം അത് ഈ കോട്ടയത്തെ സീറ്റ് സംബന്ധിച്ചാണ്. അതിൽ എന്താണ് നിലവിലെ ചർച്ചകൾ, ഏത് രീതിയിൽ പോകുന്നു? ഈ കേരള കോൺഗ്രസിലെ ഈ തർക്കം എങ്ങനെ ഉടലെടുക്കാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ഈ ചുവരെഴുത്തിലടക്കം തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അപ്പോഴും സ്ഥാനാർത്ഥി ആരെ എന്ന് ഒരു നേതാവും പറയുന്നുമില്ല. അപ്പോൾ UDF-നോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നുകൂടി നേതാക്കൾ പറയുന്നു. അപ്പോൾ എന്തിനാണ് ഈ തർക്കം? തീർച്ചയായിട്ടും നിലവിൽ UDF-നോട് ഈ പേരുകൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് കേരള കോൺഗ്രസിലെ പ്രധാന നേതാവായിട്ടുള്ള പി.സി. തോമസ് തന്നെ പറയുന്നത്. അതിന്റെ അർത്ഥം ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നിലവിൽ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ നേതാക്കൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് എന്നുള്ളൊരു പ്രതികരണമാണ് പി.സി. തോമസ് നടത്തിയത്. നിലവിൽ ചർച്ചകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നും പറയുന്നു. അതായത് പി.സി. തോമസ് അടക്കമുള്ളവർ സീറ്റിന് വേണ്ടി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പി.സി. തോമസ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുന്നു. MP ജോസഫ് KM മാണിയുടെ മരുമകൻ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുന്നു. സജി മഞ്ഞക്കടമ്പിൽ സജീവമായി രംഗത്തുണ്ട്. ഫ്രാൻസിസ് ജോർജ് സജീവമായി രംഗത്തുണ്ട്. അങ്ങനെ ഒട്ടനവധി പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ അവരിൽ ഭൂരിഭാഗം പേരും അവകാശവാദം ഇതിനോടകം തന്നെ പാർട്ടി നേതൃത്വത്തോട് അറിയിച്ചിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ ഇന്നലെ കണ്ടപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു വിശദീകരണം ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, വിജയ സാധ്യതയാണ് ഏറ്റവും പ്രധാനം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആളെ തന്നെ ആയിരിക്കും ഈ ഒരു വിജയ സാധ്യതയിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കുക. അങ്ങനെ ബന്ധമുള്ളവരെ ആയിരിക്കും സ്ഥാനാർത്ഥിയായി വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നിലവിൽ പേരുകളൊന്നും തന്നെ UDF നേതൃത്വത്തോട് പറഞ്ഞിട്ടില്ല. സീറ്റ് കിട്ടിയതിനു ശേഷം പാർട്ടി അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് പി.സി. തോമസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത്.